മാളികപ്പുറം മേൽശാന്തിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അഭിഷിക്തനായതിനു ശേഷമാണ് നമ്മളോട് സംസാരിക്കാൻ MG മനു നമ്പൂതിരി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്തേ. ഇവിടെ മാളികപ്പുറത്തേക്ക് നിയമിതനാകുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തോന്നിയ ഒരു അവസരത്തിൽ എന്തായിരുന്നു പെട്ടെന്ന് മനസ്സിലാക്കുക? തീർച്ചയായിട്ടും അത് വളരെയധികം സന്തോഷം കൊണ്ട് നമ്മൾ മനസ്സ് നിറഞ്ഞൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സമയത്ത് മനസ്സിൻ്റെ അവസ്ഥ. വളരെ സന്തോഷം. ഒപ്പം തന്നെയാണ് ഇവിടേക്ക് ഇപ്പം ഈ വർഷം മുതൽ ഒരു വർഷക്കാലം പുറപ്പെടാൻ മേൽശാന്തിയായി എത്തി. ഇപ്പം അഭിഷിക്തനാകാൻ അതിനുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് ഇപ്പം എന്താണ് ആ പൂജ കഴിച്ച കലശം അതിൽ ജലം നമ്മളെ തലയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അത് എന്താ പറയുന്നത്, എല്ലാത്തിനും അതീതമാണ്. നമുക്ക് ആ ഒരവസ്ഥ ഇപ്പോൾ അനുഭവിച്ചത് കൊണ്ട് ഞാനത് പറയുകയാണ്. ആ കലശം നമ്മുടെ തലയിൽ ആ ജലം വീഴുമ്പോഴുള്ള അവസ്ഥ, പുണ്യതീർത്ഥം വീഴുമ്പോഴുള്ള അവസ്ഥ, മഹാപുണ്യം. ലക്ഷോപലക്ഷം ആൾക്കാരിൽ ഒരാൾക്ക് മാത്രം ചിലപ്പോൾ ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമായിരിക്കാം മാളികപ്പുറത്തമ്മയുടെയും ധർമ്മശാസ്ത്രൻ്റെയും മേൽശാന്തിയാവുക എന്നുള്ളത്. ആ ഭാഗ്യം എനിക്ക് കഴിഞ്ഞു. സന്തോഷം. ഒപ്പം തന്നെയാണ് ഇപ്പം ഇനിയിപ്പോൾ ഒരു വർഷക്കാലം ഇവിടെ ഉണ്ടാവും. പൂജാ കാര്യങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിന് ഇപ്പം ഇവിടെ പൂർത്തീകരിച്ച് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിയോഗത്തിന് ശേഷം ഇറങ്ങുന്ന തിരുമേനി അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശമൊക്കെ? അദ്ദേഹത്തിൻ്റെ ഉപദേശം ഒരുപാട് എൻ്റെ മാനസികമായ ടെൻഷൻ, കാരണം ഇത്രയും മഹാക്ഷേത്രത്തിൽ പൂജ കഴിക്കുക എന്നുള്ളത് അത് ചെറിയൊരു ടെൻഷനുള്ള കാര്യമല്ല. അപ്പോൾ എൻ്റെ ടെൻഷൻ പകുതിയിലധികം കുറച്ചത് അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് തന്നെയാണ്. ഒരു വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തന്ന അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓരോന്നും ഓരോരോ പാഠങ്ങളാണ്. അതെൻ്റെ മനസ്സിന് വളരെയധികം എൻ്റെ സന്തോഷം തന്നിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാണ് നേരത്തെ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ലിസ്റ്റിൽ അങ്ങ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഉൾപ്പെട്ടു പോവുകയും അന്ന് ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാറി വരുന്ന ഒരു അവസരത്തിൽ ഇപ്പോൾ ഈ ഒരു പദം പ്രാപ്തമാകുമ്പോൾ അതെ, അന്നത്തെ അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് ലിസ്റ്റിൽ വന്നപ്പോൾ നമുക്ക് വരെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിഷമം വരും. പിന്നെ ഈ പറഞ്ഞ ഭഗവാൻ അനുഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ സമയമായി വേണം എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മളെ കഴിയും പ്രായമുള്ളവർ ലിസ്റ്റിൽ ഒരുപാട് വർഷം കൊണ്ട് വരുന്നവരും അപ്പോഴും ഭാഗ്യം കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടിയല്ലോ എന്നൊരു മഹാഭാഗ്യം. ഇനിയിപ്പം ഒരു വർഷക്കാലം ഇവിടെ ഉണ്ടാവും. ഒപ്പം തന്നെയാണ് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എത്തണം എന്നൊരു നിർദ്ദേശം, അത് ഒരു പക്ഷേ ആളുകളിലേക്ക് ഇനിയും പകർന്നു നൽകേണ്ട ഒരു കാലമായിട്ട്. തീർച്ചയായിട്ടും ഈ ഇത്രയും ജനങ്ങൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ആചാരങ്ങളെ കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്ഷേത്ര പരിസരം മാലിന്യമാവാതെ നോക്കുക, അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാവനതയും പോവാതെ, മാലിന്യങ്ങളൊന്നുമില്ലാതെ, ആചാരങ്ങളൊന്നുമില്ലാതെ, വളരെ ഭംഗിയായിട്ട്, ആചാരങ്ങളൊന്നും മാറ്റാതെ വളരെ ഭംഗിയായിട്ടൊരു മണ്ഡലമാസം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. തന്ത്രി അദ്ദേഹം ഇന്ന് കൈപിടിച്ച അകത്തേക്ക് കയറ്റി ആദ്യ പ്രാർത്ഥന എന്ന് തീർച്ചയായിട്ടും അത് എന്താ പറയുക, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഭൂമിയിലാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അതേ ഒരു അവസ്ഥയാണ്. മുമ്പ് ഞാൻ ഇതിനൊക്കെ മാറി നിന്ന് സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്. ഓരോ മേൽശാന്തിമാരെ ഇതിനെ കൈപിടിച്ച് അദ്ദേഹത്തോട് കയറുന്ന TV-യിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ വരുമ്പോൾ അത് സ്വർഗതുല്യമായ ഒരവസ്ഥയാണ്, ഒരു അനുഭവമാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതന്നെയാണ് ആ സ്വർഗതുല്യമായ അവസ്ഥ, ആ സ്വർഗതുല്യമായ സുഹൃതം അദ്ദേഹം നുകരുകയാണ്. ഇനിയുള്ള ഒരു വർഷക്കാലം മനു നമ്പൂതിരിയായിരിക്കും മാളികപ്പുറം മേൽശാന്തിയായി ശബരിമലയിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.